1971 ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ബഹ്റൈൻ 1975 ഭരണഘടന നിലവിൽ വന്നതോടെ സ്വതന്ത്ര റിപ്പബ്ലിക്കായി. 2002 മുതൽ കിങ്ഡം ഓഫ് ബഹ്റൈൻ രാജവംശം എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. വിദേശികളടക്കം 12 ലക്ഷത്തോളം പേർ അധിവസിക്കുന്ന ഈ കൊച്ചു രാജ്യത്തിൻ്റെ ഭരണാധികാരി 1999 മുതൽ ഷെയ്ഖ് ഈസയാണ്. മനാമ തലസ്ഥാനമായുള്ള ബഹ്റൈനിൻ്റെ പ്രധാന ഭാഷ അറബിയാണെങ്കിലും ബഹുഭൂരിപക്ഷം ബഹ്റൈനികൾക്കും ഇംഗ്ലീഷ് നല്ല വശമാണ്. GCC രാഷ്ട്രങ്ങളിൽ നല്ലൊരു സാക്ഷര ശതമാനമുള്ള രാജ്യം കൂടിയാണ് ഈ പവിഴദ്വീപ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയുടെ നേർപകുതി മാത്രം വിസ്തീർണമുള്ള ബഹ്റൈൻ 32 ദ്വീപസമൂഹങ്ങളുടെ ഒരു കൂട്ടമാണ്. വിശ്വാസികളിൽ ഭൂരിഭാഗവും ഷിയാ വിഭാഗമാണെങ്കിലും ഭരണം കൈയാളുന്നത് സുന്നികളാണ്. ബഹ്റൈനി ദിനാറാണ് ഔദ്യോഗിക നാണയം. 118 ഇന്ത്യൻ രൂപയാണ് ഒരു ദിനാറിൻ്റെ മൂല്യം. മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് ഈ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ തിരിച്ചറിയൽ കാർഡ് മാത്രം മതിയാകുമെന്ന തരത്തിൽ വിദേശനയം വളരെ ഉദാരമാണ്. സൗദി അറേബ്യയിൽ നിന്ന് വിഭിന്നമായി സ്ത്രീകൾക്ക് ജോലി ചെയ്യാനും വണ്ടി ഓടിക്കാനും അനുവാദമുള്ള ഈ രാജ്യത്ത് അമുസ്ലിങ്ങൾക്ക് പർദ്ദ നിർബന്ധമില്ല. വിദേശികളോട് വളരെ സ്നേഹത്തിലും സൗമ്യതയിലും വർത്തിക്കുന്ന ബഹ്റൈനികളുടെ പ്രധാന കായിക വിനോദം ഫുട്ബോളും കുതിരപ്പന്തയവുമാണ്. ഇടയ്ക്കിടെ ഫോർമുല 1 കാർ റേസിംഗും ഇവിടെ അരങ്ങേറാറുണ്ട്. അയൽ രാജ്യമായ സൗദി അറേബ്യയുമായി 25 കിലോമീറ്റർ കടൽപ്പാലം പങ്കിടുന്ന ബഹ്റൈനിൻ്റെ പ്രധാന വാണിജ്യ പങ്കാളിയും അവരാണ്. ഗൾഫ് ഡെയിലി ന്യൂസാണ് ബഹ്റൈനിലെ പ്രധാന അച്ചടി വാർത്താ മാധ്യമം. മലയാളികളുടെ അഭിമാനമായ ഗൾഫ് മാധ്യമം ഇവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്നു. വിദേശ നിക്ഷേപകർക്ക് ഉദാരനയം പ്രഖ്യാപിച്ചിട്ടുള്ള ബഹ്റൈനിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ 3 ശാഖകൾ പ്രവർത്തിക്കുന്നു. 160 കിലോമീറ്റർ കടൽ തീരമുള്ള ബഹ്റൈനിലെ നിരവധി ബീച്ച് റിസോർട്ടുകളും പാർക്കുകളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് 90% വിദേശ നാണ്യമെത്തിക്കുന്ന കൊച്ചു ബഹ്റൈനിൽ 60ഓളം മുഗ്രാൽ നിവാസികളും ജോലി ചെയ്യുന്നു. മുഗ്രാൽ സ്പോർട്സ് ക്ലബിൻ്റെ മുൻ കളിക്കാരൻ മിസ്റ്റർ മൊയ്തു നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹവുമായി നമുക്ക് ചെറിയൊരു ചാറ്റിംഗ് നടത്താം. മിസ്റ്റർ മൊയ്തു, എങ്ങനെ ബഹ്റൈനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എങ്ങനെ പോകുന്നു ഇവിടുത്തെ ബഹ്റൈനിലെ ജീവിതം? ബഹ്റൈനി കാസർഗോഡ് ഡിസ്ട്രിക്ട് പോലെയാണ് ബഹ്റൈനി. നല്ല ഫ്രീഡം ഉള്ള സ്ഥലം. എന്തും കേരളത്തിൻ്റെ ഒരു ജില്ലയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ രാജ്യം. പിന്നെ എങ്ങനെ എവിടേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാം, പേടിയില്ല. നിയമപ്രശ്നത്തിനൊന്നും പേടിക്കേണ്ടതില്ല. പിന്നീട് സൗദിയിലെല്ലാം ബോഡി ഗാർഡിനെ കൊണ്ടാണ് നടക്കുന്നത്. അല്ലല്ല, ഇപ്പോൾ സൗദിയിലാണെങ്കിൽ വിസ ഇല്ലാത്ത ആൾക്കാർ പേടിക്കേണ്ടതുണ്ട്. ഇവിടെ അതും പേടിക്കേണ്ടതില്ല. അത്ര ഫ്രീഡം. പിന്നെ ഇവിടെ നമുക്ക് പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി കാർഡൊന്നും ആവശ്യമില്ല. ഒന്നും ആവശ്യമില്ല. അതൊരു സ്വാതന്ത്ര്യമുണ്ട്. അതൊരു സൗകര്യമാണ്. ഇത് എങ്ങനെ ഇവിടുത്തെ KMCC പ്രവർത്തനങ്ങൾ? മുസ്ലിം ലീഗിൻ്റെ വലിയൊരു കാര്യമായ ആളാണല്ലോ താങ്കൾ. KMCC നല്ല ഉഷാറാണ്. KMCCൻ്റെ ഓഫീസിലൊക്കെ പോകാറുണ്ട്. നല്ല അവരുടെ പ്രവർത്തനമൊക്കെ ശ്ലാഘനീയമാണ്. നല്ല പ്രവർത്തനമാണ്. അവരുമായിക്കൊണ്ട് നിരന്തരമായി ബന്ധപ്പെടാറുമുണ്ട്. പലപ്പോഴും പല പരിപാടിക്കൊക്കെ പോകാറുണ്ട്. KMCCൻ്റെ പരിപാടിക്കൊക്കെ പോകാറുണ്ട്. പണ്ടത്തെ മുഗ്രാൽ ടീമും ഇപ്പോഴത്തെ മുഗ്രാൽ ടീമും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിവരിക്കാം. മുഗ്രാൽ ക്ലബ്ബിൽ പണ്ടത്തെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ പണ്ട് സ്വന്തം കീശയിൽ നിന്ന് ഇറക്കിയിട്ടാണ് ഞങ്ങൾ കളിക്കാൻ പോകാറ്. ഇന്ന് മുഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഷൂ, അവർ കളിക്കാൻ പോയിരുന്നുള്ള പൈസ, ഇതൊക്കെ കിട്ടും. മിസ്റ്റർ മൊയ്തു, നമ്മുടെ മുഗ്രാൽ ഫുട്ബോളിൻ്റെ മുൻ പ്രസിഡന്റ് PCK മുഗ്രാലെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? PCK മുഗ്രാൽ കരുത്തനായ പ്രസിഡന്റാണ്. നല്ല വ്യക്തിയാണ്. DFൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമായിട്ട് നല്ല പ്രസിഡന്റാണ് അദ്ദേഹം. മുഗ്രാൽ ഫുട്ബോളിലെ ഇന്നത്തെ കളിക്കാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാരാണ്? ഇന്നത്തെ കളിക്കാരിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ റഷീദ് കൊപ്പര. മുമ്പത്തെ കളിക്കാർ വെച്ചിട്ട് ഏറ്റവും നല്ല കളിക്കാരൻ PC ആസിഫ്. എന്താണ് PC ആസിഫിൻ്റെ കളിയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? PC ആസിഫ് ഏത് ടീമിനും ഏത് വിധത്തിലായും സ്കോർ ചെയ്യും. അദ്ദേഹത്തിൻ്റെ വേഗത അതാണ് ഫുട്ബോൾ.
അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു ഗോളടി യന്ത്രമായിരുന്നു. ഗോളടി യന്ത്രം. കുത്തിരി മുഹമ്മദ് മുഗൾ ഫുട്ബോളിന്റെ ജീവനാടിയായ കുത്തിരി മുഹമ്മദ് കുറിച്ച് അദ്ദേഹം ക്ലബിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നല്ലോണം ഫുട്ബോളിന് വേണ്ടിയിട്ട് വളർച്ചയ്ക്ക് വേണ്ടി നല്ലൊരു ത്യാഗം തന്നെ അദ്ദേഹം ചെയ്തു. ഇത് മൊഗ്രാൽ ദർശിച്ച ഏറ്റവും നല്ല ഗോൾ കീപ്പർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പർ ആരാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പർ രണ്ടുണ്ട്. ഒന്ന് ഗോളി അമീദും, ഒന്ന് മരിച്ചുപോയ അന്താഞ്ഞായിരുന്നു എനിക്ക് ഏറ്റവും വിശ്വസനായ ഗോൾ കീപ്പർ. അദ്ദേഹം മരിച്ചതിൽ വളരെയധികം വേദനയുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുകയാണ്. മിസ്റ്റർ മൈദു, മൊഗ്രാൽ സ്പോർട്സ് ക്ലബിനേക്കാളും താങ്കൾ കൂടുതൽ കാലം കളിച്ചിരുന്നത് മോർണിംഗ് സ്റ്റാറിലായിരുന്നു. മോർണിംഗ് സ്റ്റാറിനെ പറ്റി എന്താണ്? മോർണിംഗ് സ്റ്റാറിലല്ല കളിച്ചത്, കൂടുതൽ കളിച്ചത് മൊഗ്രാൽ സ്പോർട്സ് ക്ലബിന്. പക്ഷേ മോർണിംഗ് സ്റ്റാർ രാവിലെ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടീം എനിക്കറിയില്ല. ഞാൻ അനീസ് എന്നിവയൊക്കെ ചേർന്നായിരുന്നു ആ ടീം രൂപം കൊടുത്തത്. അത് ക്ലബ്ബ് അത് എന്ന് നശിച്ചോ അന്ന് മൊഗ്രാൽ സ്പോർട്സിനും കളിക്കാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിലൂടെയാണ് സിദ്ദീഖ്, റഷീദ്. നീ ഗൾഫിൽ കയറിയതിനു ശേഷമാണ് മൊഗ്രാൽ ഫുട്ബോൾ ടീം പച്ച വെച്ചത് എന്ന് കേൾക്കുന്നുണ്ട്, ശരിയാണ്? മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് ഇന്നും നല്ല ടീമുണ്ട്, പക്ഷെ അവസരങ്ങൾ കൊടുക്കണം. യുവാക്കൾക്ക് അവസരം കൊടുത്ത് കളിപ്പിച്ചാൽ തീർച്ചയായും ഈ ബേക്കൽ പോലുള്ള ടൂർണമെന്റുകളിൽ മൊഗ്രാലിൽ നിന്ന് 2 പേർ മാത്രമാണ് കളിക്കുന്നത്. അത് സാഹചര്യം. അത് അതിന് ആ കളിക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. വലിയ ടൂർണമെന്റാണ്. വലിയ ടൂർണമെന്റ്. ചെറിയ ടൂർണമെന്റിലൊക്കെ മൊഗ്രാൽ സ്പോർട്സ് ക്ലബിൻ്റെ ആൾക്കാരെ കൊണ്ട് മാത്രം കളിപ്പിക്കുക, തോറ്റാലും പ്രശ്നം.